ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിനെതിരായ ആക്രമണം കടുപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേഠിയിൽ നിന്നും ഒളിച്ചോടിയ രാഹുൽ ഗാന്ധിക്ക് വയനാട് വിട്ടോടേണ്ടി വരുമെന്ന് മഹാരാഷ്ട്രയിലെ റാലിയിൽ പ്രധാനമന്ത്രിയുടെ പരിഹാസം. ഒന്നാം ഘട്ടത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നേട്ടമുണ്ടാക്കാനാകും എന്ന് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. പേജ് പ്രമുഖ തലത്തിൽ പ്രചാരണം ശക്തമാക്കാൻ ബിജെപിയുടെ തീരുമാനം. ഒന്നാം ഘട്ട പോളിംഗ് വിലയിരുത്തിയ NDA ഇന്ത്യ സഖ്യങ്ങൾ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണ ശൈലിയിലും മാറ്റം വരുത്തുകയാണ്. മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ നടന്ന പ്രചാരണ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എതിരായ ആക്രമണം കടുപ്പിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോൽക്കുമെന്നും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ രാജകുമാരന് വയനാട് വിടേണ്ടി വരുമെന്നും മോദിയുടെ പരിഹാസം. वायनाड में संकट दिख रहा है. शाहजादे और उनकी टोली 26 अप्रैल को वायनाड में वोटिंग का इंतजार कर रही है. जैसे ही 26 को वायनाड में वोटिंग पूरा हो जाएगा, ये शाहजादे के लिए एक और सुरक्षित सीट घोषित कर देंगे और कहीं और से फिर से लड़ाना पड़ेगा उनको. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കണ്ട പേജ് പ്രമുഖ് തലത്തിലുള്ള പ്രചാരണം ശക്തമാക്കാൻ BJP നേതൃത്വം നിർദ്ദേശം നൽകി. രാമക്ഷേത്ര നിർമ്മാണം താഴെത്തട്ടിൽ ചർച്ചയാക്കാനാണ് BJPയുടെ നീക്കം. അതേസമയം ഒന്നാം ഘട്ടത്തിൽ രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായി എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. ജാതി സെൻസസ് അടക്കം പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഉറച്ചുനിന്ന പ്രചാരണം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്ന് ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ ഡാനിഷ് അലിയുടെ പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പങ്കെടുക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ തുടർ പ്രചരണത്തിന്റെ ആസൂത്രണം സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തുമെന്നാണ് സൂചന. 24 ഡൽഹി.